നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. വാളകം നെല്ലാട് റോഡിൽ അപകടങ്ങൾ പതിവാകുന്നു. ചേലപ്പാടത്തെത്തുമ്പോൾ റോഡിന്റെ വീതി കുറയുന്നതാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നത്. വാളകം നെല്ലാട് റോഡിൽ ചേലപ്പാടത്ത് റോഡിന്റെ വീതി കുറവ് മൂലം അപകടങ്ങൾ തുടർച്ചയായതോടെ പ്രതിഷേധം ശക്തമാകുന്നു. കഴിഞ്ഞ ദിവസം വാനും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചതോടെ പ്രതിഷേധം ശക്തമായിരിക്കുകയാണ്. പാതയുടെ മിക്ക ഭാഗങ്ങളിലും 8 മീറ്റർ വീതിയുണ്ടെങ്കിലും ചേലപ്പാട് എത്തുമ്പോൾ റോഡ് 6 മീറ്ററിൽ താഴെയായി ചുരുങ്ങുന്നതാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നത്. ദൂരെ നിന്ന് വേഗത്തിൽ വരുന്ന വാഹനങ്ങൾ റോഡിന്റെ വീതി കുറയുന്നത് ശ്രദ്ധയിൽപ്പെടാതെ എത്തുന്നതോടെ നിയന്ത്രണം നഷ്ടപ്പെടുന്നത് പതിവാണ്. അപകടങ്ങൾ പതിവായിട്ടും മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കാൻ പോലും അധികൃതർ ഇതുവരെയും തയ്യാറായിട്ടില്ലെന്ന് സമീപവാസികൾ പറഞ്ഞു. ഇത് വാളകം മണ്ണൂർ റോഡാണ്. ഇതിൻ്റെ ഈ വാളകത്ത് നിന്ന് ഏകദേശം 1 കിലോമീറ്റർ മാറിയിട്ട് ചേലപ്പാടം എന്ന ഭാഗത്തുള്ള അത് ഒരു റോഡാണിത്, ഒരു പാലമാണിത് നമ്മൾ പുറകിൽ കാണുന്നത്. അത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ റോഡ് വികസനത്തോട് ബന്ധപ്പെട്ട് റോഡിൻ്റെ വികസനങ്ങൾ നടന്നു. അത് ശരിക്കും ഈ ചേലപ്പാടം ഭാഗം ഏകദേശം ഒരു 10 അടിയോളം ഈ മഴക്കാലത്ത് വെള്ളം കയറുന്ന ഭാഗമാണത്. അത് കാര്യമായിട്ട് റോഡ് ഉയർത്തിയിട്ടില്ല. ഈ 2 പാലങ്ങളുടെ ഒരു പുനരുദ്ധാരണം നടന്നിട്ടില്ലായിരുന്നില്ല. കഴിഞ്ഞ കാലത്ത് ഒരു പാലം അതിൻ്റെ നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് മാറ്റി അത് വീതി കൂട്ടി ചെയ്തിട്ടുണ്ട്. ഈ പാലം എന്ന് പറയുന്നത് നമുക്ക് റോഡുകൾ 2 സ്ഥലത്തും റോഡ് 8 മുതൽ 10 മീറ്റർ വീതി കൂടിയിട്ടുണ്ട്. പക്ഷേ ഈ പാലം ഒരു 4 മീറ്റർ വീതിയുള്ളൂ പാലത്തിന്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു പ്രശ്നമുണ്ട്. കാരണം മുന്നറിയിപ്പ് ബോർഡ് പോലും വെച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം ഒരു ആളിവിടെ, ഒരു യുവാവായിട്ടുള്ള ഷിബു ജോർ എന്ന് പറയുന്ന ആൾ ഒരു ആക്സിഡൻറ്റിൽ ദയനീയമായിട്ട് മരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതിന് പിഴയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ഈ അനാസ്ഥയ്ക്കെതിരെ ശക്തമായിട്ട് നാട്ടുകാർ നൽകി ഞങ്ങൾ പ്രതിഷേധിക്കുന്നു. പഞ്ചായത്ത് കമ്മിറ്റി അപ്പോൾ സർവകക്ഷി യോഗം വിളിച്ചിട്ട് ഈ കാര്യങ്ങൾക്ക് തീരുമാനം, ഒരു സ്വകാര്യ വ്യക്തി സ്ഥലം വിട്ടുകൊടുക്കാതെ ബന്ധപ്പെട്ടാണ് നമുക്ക് ഈ വിഷയം ഉണ്ടായിരിക്കുന്നത്. ആ വിഷയത്തിൽ പരിഹാരം ഉണ്ടാക്കാമെന്ന് പഞ്ചായത്ത് കമ്മിറ്റി പറഞ്ഞിട്ടുണ്ട്, പുതിയ പഞ്ചായത്ത് ഭരണസമിതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു സർവകക്ഷി യോഗം വിളിച്ചിട്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മുൻ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്ത് ഭൂമി ഏറ്റെടുത്ത റോഡ് വീതി കൂട്ടാൻ ശ്രമം നടന്നിരുന്നെങ്കിലും സ്വകാര്യ വ്യക്തിയുടെ മതിൽ പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട കേസ് കോടതിയിലെത്തിയതോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടു. വീതി കൂട്ടി റോഡ് വികസനം ഉടൻ പൂർത്തീകരിച്ചില്ലെങ്കിൽ റോഡ് ഉപരോധം ഉൾപ്പെടെ സംഘടിപ്പിക്കുമെന്നും പ്രദേശവാസികൾ. ഈ അപകടങ്ങളിൽ ഇങ്ങനെ തുടർക്കഥയായ സാഹചര്യത്തിൽ പഞ്ചായത്തിന് ഒരു ഭരണസമിതിയിൽ നിന്ന് ഒരു ഇത് കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ റോഡ് ഉപരോധിക്കാനുള്ള തീരുമാനത്തിലാണ് നാട്ടുകാരെല്ലാവരും കൂടി. അതിന് ഇന്നലെ പഞ്ചായത്തിൽ പ്രസിഡന്റിനോട് പറയുകയുണ്ടായി. ഈ വീതി കൂട്ടാനുള്ള സ്ഥലം ഇവിടെ കാണാം, അത്രയും വീതി അവിടെ പോയിരിക്കുന്നതാണ്. ആ വീതി ഉണ്ടെങ്കിൽ ഈ ഒരു ചെറുപ്പക്കാരൻ ഇവിടെ മരിക്കപ്പെടില്ല. നിയമപരമായ തടസ്സങ്ങൾ നീക്കി പാതി വഴിയിൽ നിലച്ച റോഡ് വികസനം അടിയന്തരമായി പൂർത്തിയാക്കണമെന്നും യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. മൂവാറ്റുപുഴ കച്ചേരി താഴത്ത് കഴിഞ്ഞ 34 വർഷമായി പ്രവർത്തിച്ചു വരുന്ന തോട്ടത്തിൽ ഫാഷൻ ജുവലറിയുടെ മറ്റൊരു സ്ഥാപനം തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന വിവരം ഇവരെയും സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. 925 ഇറ്റാലിയൻ സിൽവർ ഓർണമെന്റ്സിന്റെ അതിവിപുലമായ ശേഖരമാണ് തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ആഭരണങ്ങൾ കൂടാതെ പ്രസന്റേഷൻ നൽകാവുന്ന വെള്ളിയുടെ പാത്രങ്ങൾ മുതൽ എല്ലാ ഐറ്റംസും തോട്ടത്തിൽ സിൽവർ കളക്ഷൻസിൽ ലഭ്യമാണ്. എമറാൾഡ്, റൂബി, സഫൈർ തുടങ്ങി എല്ലാ ബെർത്ത് സ്റ്റോണുകളും ഇവിടെ ലഭ്യമാണ്. ഇൻവെസ്റ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്കായി 5 ഗ്രാം മുതൽ 1 കിലോ വരെയുള്ള 99.9 സിൽവർ ബാറുകളും ഇവിടെ ലഭ്യമാണ്. തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ്, തോട്ടത്തിൽ ആർക്കേഡ്, ഓപ്പോസിറ്റ് സയാന ഹോട്ടൽ, TB ജംഗ്ഷൻ, മൂവാറ്റുപുഴ.